ഹായ് സുഹൃത്തുക്കളെ, അപ്പൊ നാഞ്ചല്ലൂർക്കാരൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് കുരുമുളക് കൃഷിയെ കുറിച്ചുള്ള അവസാനത്തെ വീഡിയോ. അപ്പൊ ഈ അവസാനത്തെ വീഡിയോ പറയുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സാംകുട്ടി എന്ന് പറയുന്ന കർഷകൻ ഏകദേശം 30ഓളം വർഷം കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഫീൽഡിൽ നിൽക്കുകയാണ്. ഏതൊരുവിധ സഹായവും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ചില സമയങ്ങളിൽ മാത്രം മരുന്നുകൾ കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹം വിളയിക്കുന്ന വിളകളെ കുറിച്ചെല്ലാം അദ്ദേഹം പറഞ്ഞ് നമ്മളോട് സംസാരിച്ചതാണ്. അദ്ദേഹം കപ്പ മുതൽ അങ്ങേയറ്റം എല്ലാ സാധനങ്ങളും, കപ്പ, ഇഞ്ചി കൃഷി, ഏറ്റവും കൂടുതൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഇഞ്ചി കൃഷിയാണ്. അത് കഴിഞ്ഞിട്ടാണ് കുരുമുളക് കൃഷിയിലേക്ക് വന്നത്. കുരുമുളക് കൃഷിയിലേക്ക് വന്ന സമയത്ത് അദ്ദേഹം റബ്ബർ വരെ മുറിച്ചു മാറ്റിക്കൊണ്ട് അവിടെയെല്ലാം പുതിയ രീതിയിലുള്ള കൃഷി അവലംബിക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മുടെ ഹൈടെക് മാതൃകയിലല്ലാതെ നാടൻ രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് നമ്മുടെ സാംകുട്ടി എന്ന് പറയുന്ന കർഷകൻ. ഇദ്ദേഹത്തെ ഗവൺമെന്റ് നല്ല രീതിയിൽ ആദരിക്കണമെന്ന്, ഇത്തരത്തിലുള്ള കർഷകരെ എല്ലാം പ്രോത്സാഹിപ്പിക്കണമെന്ന് മാത്രമാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ കാണാതിരിക്കരുത്. കാര്യം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിലൂടെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുന്നു എങ്കിൽ അത് നിങ്ങൾ തരുന്ന വലിയ ഒരു അവാർഡായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിലൂടെ അദ്ദേഹത്തിന്റെ കൃഷി രീതികളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും. അതിലൂടെ അദ്ദേഹത്തിന്റെ ഈ അറിവ് നമ്മുടെ ദേശം മൊത്തം അറിയട്ടെ എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാനുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോസ് എല്ലാം കാണണം. കാരണം ഒരു കർഷകൻ എത്രത്തോളം കഷ്ടപ്പെട്ടുകൊണ്ട് കുരുമുളക് പോലുള്ള വലിയ വലിയ കൃഷികൾ ചെയ്യുന്നു എന്നുള്ളത്, അദ്ദേഹത്തിന് ഇതിൽ നിന്നും ധാരാളം വരുമാനം കിട്ടുന്നുണ്ട്. നമുക്കും ഇത്തരത്തിൽ അവലംബിച്ചു കഴിഞ്ഞാൽ നമുക്കും ധാരാളം വരുമാനം നേടാം. ഇന്ന് പല ചെറുപ്പക്കാരും കൃഷിയിലേക്ക് തിരിയുന്നുണ്ട്. അപ്പൊ അവർക്കെല്ലാം പ്രയോജനമാകട്ടെ എന്ന് മാത്രമേ ഇതിലൂടെ എനിക്ക് പറയാനുള്ളൂ. അപ്പം അദ്ദേഹത്തിന്റെ ആ കൃഷിത്തോട്ടം വീണ്ടും നമുക്കൊന്നുകൂടി സന്ദർശിക്കാം. ജൈവവളം ഞാൻ അതിനകത്ത് രാസവളം ഇടാറില്ല. എപ്പോഴും ചാണകപ്പൊടി, വേപ്പിണ്ണാക്ക്, എല്ലുപൊടി ഇങ്ങനെയുള്ളതായിരുന്നു. മമ്മട്ടി കൊണ്ടുള്ള പണി ചെയ്യാൻ പാടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ വിളവെടുക്കാൻ സമയം ഇതെല്ലാം കൈകൊണ്ട് പറിച്ച് മാറ്റി. കായ്ക്കുന്നത് ഒരു ജൂൺ മാസം ആദ്യത്തെ മഴയത്ത്, വേനൽക്കാലത്ത് മൊത്തം വള്ളി പാടും. അപ്പൊ ഇത് പന്നിയൂർ 5 എന്ന് പറയുന്ന ഒരു ഇനമാണ് പൊഴിക്കുന്നത്. നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞാൽ ഇത് പൊഴിച്ചെടുക്കുന്നത് ഇതെങ്ങനെയാണ്? നമ്മള് തറയിൽ തട്ടി ചവിട്ടിയാണ് മതിക്കുന്നത്. യന്ത്രത്തിന്റെ സഹായത്തോടെ? ഇല്ല, യന്ത്ര സഹായം ഇല്ല. യന്ത്രം ഉണ്ട്, പക്ഷെ അതില്ല. നമ്മള് സാധാരണ കാലുകൊണ്ട് ഒരാള് നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര കിലോ പൊഴിച്ചെടുക്കാൻ സാധിക്കും? അത് പറയാൻ പറ്റില്ല. 200 കിലോ ആണെങ്കിലും 300 കിലോ ആണെങ്കിലും ചവിട്ടിയെടുക്കാൻ പറ്റും. നമുക്ക് ഒരു വള്ളി നട്ട് കഴിഞ്ഞ ഏകദേശം 2ാമത്തെ വർഷം മുതൽ നല്ല കാവലമായി തുടങ്ങും. 3ാമത്തെ 4ാമത്തെ വർഷമൊക്കെ മിനിമം ഒരുവിധം ഏകദേശം ഒരു 5 അടി, ഒരു 5 മീറ്റർ പൊക്കം വരെയൊക്കെ ഈ വള്ളി കടന്നു കയറും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മൂട്ടിൽ നിന്നും പച്ചമുളക് തന്നെ ഏകദേശം ഒരു 10 കിലോ നോക്കും. ഒരു 6ാമത്തെ വർഷം, 5ാമത്തെ വർഷം, ഒരു 7ാമത്തെ വർഷമൊക്കെ ആകുമ്പോൾ ഒരു മൂട്ടിൽ നിന്ന് ഏകദേശം ഉണക്കമുളക് തന്നെ നമുക്കൊരു 7 കിലോ 8 കിലോ ശരാശരി. 20 അടി പൊക്കത്തിലൊക്കെ വെച്ച് നമ്മൾ ഇതിൻ്റെ പൊക്കം ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. 20, 22, 25 അടിയിലോ വെച്ചൊക്കെ ക്രമീകരിക്കും. ആയിട്ടുണ്ട് ഇതൊക്കെ. ഒരു സെന്റിൽ ഒരു 6-7 മൂട്. 10 സെന്റ് ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 10-70 മൂട്. ലാഭം തന്നെ. സാധാരണ കുരുമുളക് നമ്മൾ വയ്ക്കുന്നതെന്ന് പറയുമ്പോഴേ ഒരു 9 അടി നീളമെങ്കിലും വേണം. 9 അടി ഇട. 9 അടി ഏറ്റവും കുറഞ്ഞ്. അല്ല, ഇടയ്ക്ക് നല്ല വെളിച്ചം കിട്ടും, സൂര്യപ്രകാശം. ഇതല്പം അണഞ്ഞു പോയി, കാര്യം അടുത്ത് പോയി. അത് നേരത്തെ ആദ്യം ഞാൻ കൃഷി ചെയ്തതാണ്. അത് അത്രയും നോക്കാതെ അങ്ങ് ചെയ്തു. പക്ഷെ കറക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 9 അടി അകലം, അല്ലെങ്കിൽ ഒരു 3 മീറ്ററെങ്കിലും വേണം. ഓരോ തൈക്ക് ഒരു 3 മീറ്ററെങ്കിലും വേണം. നമ്മൾ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് കരിമുണ്ട്. നമുക്ക് ഇവിടെ ഇപ്പൊ നമ്മളെ ഈ തോട്ടത്തിൽ നമുക്ക് എത്ര ഐറ്റം ആണ് നട്ടിട്ടുണ്ട്? എനിക്കിപ്പോ ഇവിടെ ഏകദേശം 5 ഐറ്റം 6 ഐറ്റം വരെ. ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും സഹായങ്ങളൊക്കെ? ഗവൺമെന്റിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് മരുന്ന് സോഡ മിശ്രിതം സ്പ്രേ ചെയ്തു. നമുക്ക് എത്ര ഏക്കറിൽ ചെയ്തിട്ടുണ്ട്? ഇതിപ്പോ 1 ഏക്കർ.
അല്ലാതെ പിന്നെ വീട്ടിനടുത്ത് ഇപ്പൊ 2 ഏക്കർ സ്ഥലം പ്ലാവ് വെച്ച്. അല്ലാതെ വേറെ ആദരിക്കൽ എനിക്ക് പിന്നെ കുരുമുളക് കൃഷിക്ക് വേണ്ടി ആദരിക്കൽ കിട്ടിയിട്ടില്ല. ഏകദേശം ഒരു 94 നമ്മളെ കർഷകരെ ആദരിക്കുന്ന ചിങ്ങം 1 ആദരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. ചിങ്ങം 1 ആദ്യമായിട്ട് കർഷകരെ ആദരിക്കുന്ന സമയം. അന്ന് യുവ കർഷകർ എന്ന നിലയിൽ എന്നെ 94 ആദരിച്ചു. 30 വർഷം മുമ്പ് ആദരിച്ചു. അതിനുശേഷം എനിക്ക് അതിലൊന്നും കിട്ടിയില്ല. എന്ത് കൃഷി ചെയ്തപ്പോഴാണ്? അന്ന് എനിക്ക് ഇഞ്ചി കൃഷി ഇപ്പം ചെയ്യാറുണ്ട്. ഇപ്പോഴും ഉണ്ട്. അന്ന് എനിക്ക് ആദരിച്ചിട്ടുണ്ട്. യുവ കർഷകർ എന്നുള്ള നമ്മളെ പഞ്ചായത്തിൽ മികച്ച കർഷകനായിട്ട് എന്നെ ആദരിച്ചിട്ടുണ്ട്. ഇപ്പോഴേ ഇപ്പൊ നാളെ നമുക്കൊരു ആദരവിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. SBI ബാങ്ക് കർഷകരെ ആദരിക്കുക. അപ്പൊ അങ്ങനെ തന്നെ നാളെ ഈ 30 വർഷത്തിന് ശേഷം അല്ലാതെ കൃഷികളെല്ലാം ചെയ്യാം. ഇഞ്ചി കൃഷി, വാഴ കൃഷി, മരശ്ശിനി, റബ്ബർ, തെങ്ങ്, വാനില. ഇത് ഇടുക്കിയിൽ നിന്ന് ഞാൻ കട്ടപ്പന എന്നൊരാളുണ്ട്. കൊറോണ പിടിയുടെ സമയത്തിന് ഈ ഒരു വള്ളിക്ക് വേണ്ടി ഒരു സ്ഥലത്ത് പോയി കുറ്റിയാണ് കൊണ്ടുവന്നത്. റബ്ബറായിരുന്നു. ഏകദേശം 2 ഏക്കർ സ്ഥലമുണ്ട്, 2.25 ഏക്കർ സ്ഥലമുണ്ട്. ഇവിടെ മൊത്തം റബ്ബറായിരുന്നു. റബ്ബർ സ്ലാട്ടർ അടിച്ച് മാറ്റിയ ശേഷം റബ്ബർ മുറിച്ച് മാറ്റിയ ശേഷം മൊത്തവും നമ്മൾ കിളച്ച് ജാസ്മിക്ക് കിളച്ച് വരിയായിട്ട് പ്ലാവ് നട്ട് പ്ലാവിൽ നമ്മളിപ്പോൾ കുരുമുളക് കൃഷി ചെയ്യാൻ പോകും. കാര്യം സാധാരണ മുരുക്കൊക്കെ പെട്ടെന്ന് കേടായി പോവുകയാണ്. മുരുക്ക് കേടായി പോണത് കൊണ്ട് പ്ലാവാണ് ഏറ്റവും നല്ലതെന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ടാണ് പ്ലാവിൽ കുരുമുളക് കൃഷി. റബ്ബറെല്ലാം മുറിച്ച് മാറ്റിയതിന് ശേഷം അവിടെയെല്ലാം പ്ലാവ് തൈ നട്ട്. അപ്പം പ്ലാവില് ഈ കുരുമുളക് കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇവിടെ. ഈ ഭാഗത്തത്ര ഇനി അടുത്ത് കുരുമുളകിന്റെ ഇതിപ്പം തൈയൊക്കെ നട്ടു തുടങ്ങി. പിന്നെ നമ്മൾ പഠിച്ച തൊഴിൽ ഇതാണ് പാരമ്പര്യമായിട്ട്. ഇത് നമുക്ക് ചെയ്യാൻ കഴിയും. ഇതില് മനസ്സിന് ഏറ്റവും വലിയ തൃപ്തിയുള്ള ഒരു ഇതാണ്. ഞാൻ പൊതുപ്രവർത്തകനാണെങ്കിൽ പോലും എനിക്ക് ഏറ്റവും കൂടുതൽ തൃപ്തി ഉണ്ടായിട്ടുള്ള ഒരു ഫീൽഡ് എന്ന് പറയുന്നത് കൃഷിയാണ്. ഞാൻ ഇല്ലെങ്കിലും പൂർണ്ണ ഉത്തരവാദിത്വത്തോട് കൂടി സാധാരണ ഞാൻ പുറത്തൊക്കെ പോകാറുള്ള സമയത്ത് പുള്ളിയാണ് ഈ വേള സ്വന്തം പറയുടെ പോലെ സമയത്തിനുള്ള വളപ്രയോഗവും കാര്യങ്ങളെല്ലാം ഒരു സുഹൃത്തും കൂടിയാണ്. അപ്പൊ എങ്ങനെയാണ് കൃഷി ചെയ്തപ്പം അന്ന് എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? ഇവിടെ 4-5 വർഷമാണ്. 4-5 വർഷം കൃഷി ചെയ്ത് മുളക് ഇട്ട് പതിച്ച മുതൽ ഇവിടെ സ്ഥിരമുണ്ട്. എങ്ങനെ വിളവൊക്കെ കിട്ടാറുണ്ട്? കൃത്യമായി എല്ലാ ട്രീറ്റ്മെന്റും ചെയ്യുന്നുണ്ട്? എല്ലാ അണ്ണം തന്നെ ചെയ്യുന്നത്? ഓക്കെ. ആള് കൂടുതൽ ആള് വിട്ട് പണി ചെയ്യും. അപ്പൊ ഇതിനകത്ത് ഇപ്പം സാങ്കുട്ടിയാണ് പറഞ്ഞ പോലെ മൺവെട്ടിപ്പണി ഇല്ല. മൺവെട്ടി കുറവാണ്. വാതി വെച്ചിട്ട് തിരിച്ച് വലിച്ചു കയറ്റും. വെള്ളമൊഴുപ്പില്ല, അങ്ങനത്തെ പരിപാടികൾ. വെള്ളമൊഴുപ്പില്ല. നമ്മൾ കൃഷി ഇട്ട് 2ാമത്തെ വർഷത്ത് വെറിയ അടിച്ചപ്പോൾ ഞങ്ങൾ വെള്ളം അടിച്ചു പോയി. അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് ആ ശേഷം ഇപ്പോഴും വെള്ളം അടിക്കും. ഇനി വെള്ളം അടിക്കേണ്ട കാര്യമില്ല. തന്നെ വിളിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ 3 വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. 3 വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കണം. കാരണം ഒരു കർഷകൻ 30 വർഷത്തോളം കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കർഷകനാണ് അദ്ദേഹം. അതിലൂടെ അദ്ദേഹം നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കിയിട്ട് ഇതുപോലുള്ള ഒരുപാട് നിരവധി കർഷകർ നമ്മുടെ നാട്ടിലുണ്ട്. അവരെല്ലാം നമുക്ക് വരും കാലങ്ങളിൽ പരിചയപ്പെടാൻ സാധിക്കും. അവരെല്ലാം പരിചയപ്പെട്ട് അവരുടെ എല്ലാം കൃഷി രീതികൾ നമുക്ക് മനസ്സിലാക്കണം. അപ്പം നിങ്ങൾക്ക് നഞ്ചല്ലൂർക്കാരൻ്റെ ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസിനെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഈ അറിവുകൾ എത്തിക്കുന്നതിലേക്കായി ഷെയർ ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോ വരുമ്പോഴേക്കും വണക്കം.